എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വചനമാണ് 2 കൊരിന്തോസ് 4:17 പറഞ്ഞിരിക്കുന്നത്. ദൃശ്യമായവയിലല്ല അദൃശ്യമായവയിലാണ് ഞങ്ങളുടെ ശ്രദ്ധ. പൗലോസ്ലീഹ പറയുന്ന ഏറ്റവും ഡീപ്പായിട്ടുള്ള ഒരു വചനമാണ്. മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടുള്ള വചനമാണ്. ആ വചനത്തിൻ്റെ അർത്ഥം ദൃശ്യമായവ നശ്വരങ്ങളും അദൃശ്യമായവ അനശ്വരങ്ങളും അത്രേ. എന്ന് വെച്ചാൽ ദൃശ്യമായിട്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നശിക്കുന്നതും, എന്നാൽ അദൃശ്യമായിട്ട് നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തതെല്ലാം നശിക്കാത്തതുമാണ്. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന കണ്ണ് നശിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഏദനിൽ വെച്ച് നമ്മളുടെ കണ്ണുകൾ തുറന്നു എന്ന് പറഞ്ഞു. ആ തുറന്ന കണ്ണുകൾ നശിക്കുന്നത് കാണാൻ വേണ്ടി മാത്രം നമുക്ക് ആ കണ്ണുകൾ ലഭിച്ചു. നമ്മുടെ അകത്തുള്ള അകക്കണ്ണുകൾ നമുക്ക് അന്ധമായി പോയി. അപ്പോൾ നാം എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നതും ഓടിക്കൊണ്ടിരിക്കുന്നതും പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നതും നമ്മൾ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്താണ്? നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടാണ് ജഡ്ജ് ചെയ്യുന്നത്. കണ്ണുകൊണ്ട് കണ്ട് അവന് സക്സസ്സായി, എനിക്ക് നഷ്ടമായി എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുന്നു. അപ്പം നമ്മളുടെ വിലയിരുത്തുന്നതിൻ്റെ ആധാരം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണ് ഒരുവൻ്റെ സക്സസ്, ചെവി കൊണ്ട് കേൾക്കുന്നത്. ദൈവം പറയുകയാണ്, നിങ്ങളുടെ ദൃശ്യമായവ, നിന്റെ മുമ്പിൽ കാണുന്നതൊന്നും നിലനിൽക്കുന്നതല്ല, യാഥാർത്ഥ്യമല്ല. യാഥാർത്ഥ്യമോ ക്രിസ്തുവാണ്. യാഥാർത്ഥ്യമാണ് നിലനിൽക്കുന്നത്. നിലനിൽക്കുന്നതൊന്നും ഈ കണ്ണുകൊണ്ട് കാണുക നമുക്ക് സാധ്യമല്ല. അപ്പോൾ നിലനിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അകക്കണ്ണ് ആവശ്യമാണ്. ഈ അകത്തെ കണ്ണാണ് നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മനസ്സ് തുറന്നെങ്കിൽ മാത്രമേ നമ്മൾ സത്യമായവ, നിലനിൽക്കുന്നവ, പൂർണ്ണമായവ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. അതിന് നമുക്ക് ദൈവിക വചനങ്ങൾ, സത്യവചനങ്ങൾ ആവശ്യമാണ്. നിലനിൽക്കുന്നവ കാണണമെങ്കിൽ എല്ലാവർക്കും ഇത് സാധ്യമല്ല. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ ഒത്തിരി പേര് പറയും, കട്ടിയുള്ള ദൈവവചനങ്ങൾ ഇവൻ സംസാരിക്കുന്നു, ഞങ്ങൾക്ക് ഇവ ഗ്രഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഈ 2 കൊരിന്തോസ് 4:4 പറയുകയാണ്, ഞങ്ങൾ പറയുന്നവ നിങ്ങൾക്ക് നിഗൂഢമായി ഇരിക്കുന്നെങ്കിൽ അത് ഈ ലോകത്തിൻ്റെ ദേവൻ നിങ്ങളുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ പറയുന്ന സത്യത്തിൻ്റെ വചനം ലോകത്തിന് മനസ്സിലാക്കുക സാധ്യമല്ല. കാരണം ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സുകളെ അന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് നമ്മൾ പറയുന്ന നിലനിൽക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള വചനത്തെക്കുറിച്ച് മനസ്സിലാക്കുക സാധ്യമല്ല. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദേവൻ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ അകത്തെ കണ്ണായ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് നാം പറയുന്ന ദൈവിക വചനം മറ്റുള്ളവർക്ക് മനസ്സിലാക്കുക സാധ്യമല്ല. പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, അപ്പോൾ ഇങ്ങനെ അന്ധമാക്കിയത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചം അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു അനശ്വരമായ പ്രകാശമുണ്ട്. ആ പ്രകാശം ലഭിക്കണമെങ്കിൽ എന്തു വേണം? അവരുടെ മനസ്സുകൾ തുറന്നെങ്കിൽ മാത്രമേ അവർക്ക് യഥാർത്ഥമായ ക്രിസ്തുവിൻ്റെ വെളിച്ചം, തേജസ് കാണുകയുള്ളൂ, നിലനിൽക്കുന്ന വെളിച്ചം കാണുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സൂര്യൻ്റെ വെളിച്ചം പോലെ നമ്മളുടെ ഭൂമിയിലിരുന്ന് അസ്തമിച്ചു പോകുന്ന വെളിച്ചമാണ്. അപ്പോൾ നമ്മളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയും ആന്തരിക മനുഷ്യൻ വളരുകയും ചെയ്യുന്നു എന്ന് പൗലോസ് പറയുകയാണ്. ദൈവം എപ്പോഴും നമ്മളെ നോക്കുന്നത് നമ്മളുടെ ആന്തരിക ഹൃദയത്തിലാണ്. മനുഷ്യരോ ബാഹ്യമായ മോടിയെ നോക്കുന്നു. ഒരു ബാഹ്യമായ മോടി നോക്കി മനുഷ്യൻ വിലയിരുത്തുന്നു. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മളുടെ ഹൃദയശുദ്ധിയും ഹൃദയത്തിലേക്കാണ് നോക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ബാഹ്യമായവ നശിച്ചു പോകുന്നതാണ് നമ്മളുടെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുവാനുള്ള കണ്ണുകളെ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ പുതിയ ആത്മാവ്, ഒരു ആത്മാവിലൂടെ വേണം നമ്മളുടെ മനസ്സുകൾ തുറന്നുകൊണ്ട് ആത്മീയമായി കാര്യങ്ങളെ കാണുവാൻ നമ്മൾ പഠിക്കണം. അത് പഠിക്കണമെങ്കിൽ ദൈവവചനങ്ങളിലൂടെയാണ് ആ ആത്മാവിനെ കണ്ടെത്തുന്നത്. ഇതൊരു വസ്തുതയാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു.
അപ്പോൾ ഇനി മറ്റൊരു കാര്യം കാണാം. ഏശയ്യ 6:10 പറയുകയാണ് ദൈവം, അവർ കണ്ണുകൊണ്ട് കണ്ട് ചെവി കൊണ്ട് കേട്ട് ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെ ഇരിക്കേണ്ടതിനെ അവരുടെ കണ്ണുകളെ അന്ധമാക്കുക, ചെവികളെ മന്ദീഭവിപ്പിക്കുക, മനസ്സിനെ കഠിനമാക്കുക എന്ന് ഏശയ്യയ്ക്ക് കാണുകയാണ്. ദൈവം ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് അത്. യേശുക്രിസ്തു വന്നപ്പോൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന ഫരീസേയന്മാരെ, യേശുവിനെ എതിർത്തവരുടെയും ഹൃദയങ്ങളെയാണ് ഹൃദയകാഠിന്യമുള്ളവരായി യഹൂദന്മാർ മാറ്റിയത്. ഇത് മാറാൻ കാരണം എന്തെന്ന് വെച്ചാൽ അവർ ദൃശ്യമായവയിൽ ഈ ലോകത്തിൽ കൂടുതൽ ശ്രദ്ധ ഫലിപ്പിച്ചത് കൊണ്ടാണ് ദൈവം ഇത് ചെയ്തത്. നമ്മൾ എപ്പോഴും നോക്കി നമുക്ക് കഷ്ടം, നമുക്ക് വിജയമില്ല എന്ന് നമ്മളുടെ സുഹൃത്തുക്കളൊക്കെ നമ്മളോട് പറയും. നിങ്ങൾ പരാജിതരാണ്. നിങ്ങൾ ഒരിക്കലും പരാജിതരല്ല. കാരണം ഈ ലോകത്തിൻ്റെ സക്സസ് ഒരു മിനിറ്റ് കൊണ്ട് പോയി പോകും. നമ്മൾ ഈ ലോകത്ത് മറ്റുള്ളവൻ്റെ സക്സസ്സും ധനവും അവൻ്റെ പ്രൗഢിയും അവരുടെ കാറുകളും ബംഗ്ലാവുകളും സക്സസ്സുകളും നോക്കി അതിൻ്റെ പുറകെ നാമും ഓടിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥമായ സത്യവും വെളിച്ചവും നമ്മൾക്ക് ലഭിക്കുന്നില്ല. എന്താണ് സത്യം? സ്നേഹമാണ് സത്യം. നമ്മൾ മറ്റുള്ളവരെ അറിയുക, സ്നേഹിക്കുക എന്നതാണ് സത്യം. അപ്പോൾ ദൈവം പറയുകയാണ്, അവരുടെ കണ്ണുകളെ അന്ധമാക്കുക, അവരുടെ കാതുകളെ മന്ദീഭവിക്കുക. യഥാർത്ഥ സത്യം കേൾക്കുമ്പോൾ അവർക്കൊരു മന്ദീഭാവം. അതേസമയം അവൻ അടിച്ചു കയറിയിട്ടോ, അവനെ കണ്ടില്ലേ, അവനെ അവിടെ ഭയങ്കര സക്സസ് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ കാതുകൾ തുറന്ന് കേട്ടോ അവൻ്റെ സക്സസ്. അപ്പോൾ നമ്മൾ പരാജിതരായി, അല്ലേ? നിങ്ങളെ അങ്ങനെ ദൃശ്യമായവയിൽ നിങ്ങൾ പരാജിതരായി നിങ്ങൾ കാണപ്പെടും. അപ്പോൾ നിങ്ങൾ നിരാശരായി, നിങ്ങൾ ദുഃഖിക്കും. അത് പാടില്ല. നിലനിൽക്കുന്നവ കാണുവാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കേണ്ടതിനെ ഇവിടെ പൗലോസ്ലീഹ വീണ്ടും 2 കൊരിന്തോസ് 5:6-7 വരെയുള്ള വചനങ്ങളിൽ പറയുന്നതാണ്, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല, ഞങ്ങൾ നയിക്കപ്പെടുന്നത് എന്തിനാലാണ്? വിശ്വാസത്താലാണ്. നമ്മളൊന്ന് വിശ്വസിക്കുന്നു, ആ വിശ്വസിക്കുന്നവ കാണുകയും ചെയ്യുന്നു അകക്കണ്ണുകൊണ്ട്. ഞങ്ങളുടെ പ്രത്യാശയായ ക്രിസ്തു ഉണ്ടെന്നും ക്രിസ്തു എനിക്ക് ദോഷകരമായതൊന്നും ചെയ്യുകയില്ലെന്നും അവൻ എന്നെ വിജയത്തിലേക്ക് എത്തിക്കുമെന്നും നമ്മൾ പ്രത്യാശിക്കുന്നത് കണ്ണുകൊണ്ട് കാണുകയും ചെയ്യുന്നു. അവന് തോൽവി സംഭവിക്കുന്നില്ല. അപ്പോൾ പ്രത്യാശിക്കുന്നത് കാണുവാനായി നിങ്ങൾ പഠിക്കണം. ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ ദൈവം തന്ന ഒരു വിചിന്തനമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇത് മൂലം നിങ്ങളുടെ ശരീരവും മനസ്സും പരസ്പരം യുദ്ധത്തിലായിരിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്ന നന്മ എനിക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കാരണം എനിക്ക് ആ മനസ്സുകൊണ്ട് നന്മ ചിന്തിക്കാൻ കഴിയും, പക്ഷെ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ശരീരമോ ദുർബലം. അപ്പോൾ നമ്മളുടെ ഹൃദയവിചാരങ്ങളും ശരീരവിചാരങ്ങളും പരസ്പരം പോര് കോർക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു യുദ്ധത്തിലാണ് നമ്മളോട് തന്നെ. അപ്പോൾ ഇത് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. സത്യത്തിൻ്റെ പ്രകാശം ഞാൻ ഈ പറയുന്നവ ആർക്കെങ്കിലും നിഗൂഢമാകുന്നുണ്ടെങ്കിൽ ഇവിടെ ദൈവവചനം പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുക. ഈ ലോകത്തിൻ്റെ ദേവൻ നിങ്ങളെ അന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ നേട്ടമുണ്ടാകുന്നില്ല എന്ന് ഈ ദൃശ്യമായവ കണ്ണുകൊണ്ട് കണ്ട് നിങ്ങളെ നിരാശരാക്കുന്നു. മരണം വരെയും ഈ പണത്തിൻ്റെ പുറകെ ഓടുവാൻ നിങ്ങൾ പ്രേരിക്കപ്പെടുന്നു. വിജയത്തിൻ്റെ പുറകെ. ഈ ഭൂമിയിലെ വിജയം യഥാർത്ഥത്തിൽ നമുക്ക് നിലനിൽക്കുന്ന വിജയമല്ല. അലക്സാണ്ടർ ചക്രവർത്തിയിൽ നിന്ന് നമുക്കറിയാം, സകലവും വെട്ടിപ്പിടിച്ചാലും നമ്മൾ നിലനിൽക്കുന്ന ഒന്നുമില്ല. നിലനിൽക്കുന്നത് കാണണമെങ്കിൽ അദൃശ്യമായവയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നിലനിൽക്കുന്നത് കാണുക മനുഷ്യന് സാധ്യമല്ല. കാരണം അദൃശ്യമായവയാണ് നിലനിൽക്കുന്നത്. നമ്മൾ ദൃശ്യമാകുന്നില്ല. നിലനിൽക്കുന്ന ഒന്നും നമുക്ക് ദൃശ്യമാകുന്നില്ല. അപ്പോൾ അതിലേക്ക് നോക്കുവാനുള്ള ഒരു കണ്ണ് നമുക്ക് വേണം, സത്യത്തെ കാണുവാൻ. അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുവിൻ. ഈ ദൃശ്യമായവ എല്ലാം നശിച്ചു പോകുന്ന. അപ്പോൾ എൻ്റെ മുമ്പിൽ വീടുണ്ട്, ഈ കിണറുണ്ട്, മരങ്ങളുണ്ട്, ചെടികൾ, ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ഇതിനൊക്കെ കുറച്ച് ആയുസേ ഉള്ളൂ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ കല്ലും ഈ വീടും ഈ മണ്ണും ഈ മരങ്ങളെല്ലാം നശിക്കും. എന്നാൽ ഞാൻ പറയുന്ന വചനങ്ങൾ യേശുക്രിസ്തുവിൻ്റേതാണെങ്കിൽ അത് നശിക്കുകയില്ല, നിലനിൽക്കുന്നതത്രേ. അപ്പോൾ
എന്താണ് നാം പറയേണ്ടത്? മൃത്യുവശങ്കമായത് ജീവനാൽ ഗ്രസിക്കപ്പെടേണ്ടതിനാണ് ഈ ദൈവവചനമെല്ലാം നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ 2 കൊരിന്ത്യർ 5:4 പറയുന്നത് മൃത്യുവശങ്കമായത് ജീവനാൽ ഗ്രസിക്കപ്പെടണം. ഇത് ആണ് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ നമ്മൾ ദൃശ്യമായവ എല്ലാം നശിക്കുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം നശിക്കുന്നതാണ് എന്ന് പറയുമ്പോൾ നമ്മളും നശിക്കുന്നതാണ് എന്ന് നമ്മൾ മുദ്രയിടുകയാണ്. നമ്മൾ ഈ ലോകത്തെ നോക്കി അവൻ്റെ സക്സസ് അല്ലെങ്കിൽ അവൻ കയറിപ്പോയത് കണ്ടോ നമുക്ക് കഷ്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കൺഫർമേഷൻ നമ്മളുടെ വായിക്കൊണ്ട് തന്നെ പറയുകയാണ് ഞാനും നശിക്കുന്നതാണ് എന്ന്. കാരണം ഈ ലോകത്തെ നോക്കിക്കൊണ്ട് നമ്മൾ അത്ഭുതപ്പെടുമ്പോൾ അത് ജീവനില്ലാത്തതാണ്, അത് നശിക്കുന്നതാണ് എന്ന് നാം പറയുന്നില്ല. അതിലൊന്നും അർത്ഥമില്ല എന്ന് നാം പറയുന്നില്ല. മറിച്ച് അതിനെക്കുറിച്ച് നമ്മൾ അസ്വസ്ഥപ്പെടുമ്പോൾ നമ്മൾ ഇവിടെ ഉറപ്പിക്കുകയാണ് ഞാനും മരിക്കുന്നതാണ് എന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയണം, ജീവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയണം, ആ ജീവൻ്റെ വചനത്തെക്കുറിച്ച് പറയണം. അത് യേശുക്രിസ്തു പറഞ്ഞ വചനങ്ങളാണ്, ബൈബിളിലുള്ള വചനങ്ങളാണ്. ആ ജീവൻ്റെ വചനം നിങ്ങൾ പറയുമ്പോൾ, നിങ്ങൾ അദൃശ്യമായവയെക്കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ക്ഷമ കാണിക്കുകയും അതിൽ ആത്മനിർവൃത്തി അടയുകയും വേണം. അപ്പോൾ നിങ്ങൾ ജീവിക്കുന്നവരാണ്. അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മരിക്കുന്നവരാകിയാൽ നിങ്ങൾ കാണുന്നവയും മരിക്കുന്നതാണ്. അതാണ് സത്യം. അപ്പോൾ നിങ്ങൾ മരിക്കാത്തവരാണ് എന്ന് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ എന്തു വേണം? ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാതെ ഈ ലോകം കടന്നുപോയി ജീവനുള്ള കാര്യങ്ങൾ, നിലനിൽക്കുന്ന കാര്യങ്ങൾ, അദൃശ്യമായവയെക്കുറിച്ച് പറയുവിൻ. അത് ദൈവവചനമാണ്. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.